ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ ഡ്രാമയാണ്. സീരീസിൻ്റെ പേര് ഇൻ യുവർ റേഡിയൻ സീസൺ. എല്ലാവരും ഇതിനെപ്പറ്റി കേട്ട് കാണും. ഒരുപാട് പേര് നല്ല കിടിലൻ ഡ്രാമയാണെന്ന് സജസ്റ്റ് ചെയ്തതിൻ്റെ പേരില്ല ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി. അത്രയ്ക്ക് സൂപ്പർ സീരീസാണ് കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഈ സീരീസിനുള്ളത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു കെമിക്കൽ ലാബ് കാണിച്ചുകൊണ്ടാണ്. അവിടെയായിട്ട് ഒരു ഹുഡിയിട്ട് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ചെറുക്കനും ഇരിക്കുന്നുണ്ട്. അവൻ്റെ അടുത്തായിട്ട് ഫോൺ കോളിലായിട്ട് ഒരു പെണ്ണ് സംസാരിക്കുന്നുണ്ട്. അവൾ പറയുന്നത് തന്നെ, നിനക്ക് കുറച്ച് റെസ്റ്റ് എടുത്തുകൂടെ, നീ എപ്പോഴും പഠിത്തമാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നിന്റെ ഹെൽത്തിനെ തന്നെയല്ലേ ബാധിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നായകനായിട്ടുള്ള ഈ ചെറുക്കനാണെങ്കിൽ വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കണം അവനെ വിളിച്ചിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് അവർ നല്ലതുപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ രണ്ടുപേരും ഏത് സമയവും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. ഇവിടെയായിട്ട് നമ്മളുടെ പെണ്ണാണെങ്കിൽ പറയും, എനിക്ക് മഴക്കാലം ഭയങ്കര ഇഷ്ടമാണ്, മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രത്യേകതര സ്മെല്ല് എന്ത് രസമാണെന്ന് അറിയാവ് എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ഇൻട്രോവേർട്ട് ചെറുക്കൻ പറയും, അതൊരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് നടക്കുന്നതാണ്. ഇത് കേൾക്കുന്നേ അവൾ അവനെ വഴക്ക് പറയും, നിനക്കൊന്ന് റൊമാൻറ്റിക് ആയിക്കൂടെ, എന്തിനാ എപ്പോഴും ഈ കെമിക്കൽ പരമായിട്ടുള്ള വാക്കുകളും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരുന്നത്. അത് കേട്ടതിന് ശേഷം നമ്മുടെ ഈ നായകൻ ചെറുക്കനായിരുന്നാലും മഴ പെയ്യുമ്പോഴെല്ലാം എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അതായത് അവനും അവൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഇവിടെയായിട്ട് അവനായിരുന്നാലും ഇവക്ക് വേണ്ടിയിട്ട് നല്ലൊരു കിടിലം പേനയൊക്കെ ചെയ്യും. അതും അവളുടെ പേരൊക്കെ എഴുതിയൊരു പേന. ഇവിടെയായിട്ട് നമ്മളുടെ നായികനെ കാണിക്കും. അവളുടെ പേര് ഹരാൻ എന്നാണ്. അവളാണെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനിങ് കമ്പനിയിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയായിട്ട് ആ പേന കിട്ടുന്ന അവൾക്ക് നല്ല സന്തോഷം. അവൾ ആ സെക്കൻഡിൽ തന്നെ ഇവന് മെസ്സേജ് അയച്ചിട്ട് പറയും, നിന്റെ പേന കാരണം ഞാനിപ്പോൾ വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ് ജയിച്ചത്. ഈ പേന എന്തായിരുന്നാലും എനിക്ക് വലിയൊരു ലക്കി ചാം തന്നെയാണ് എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെയായിട്ട് ഇതെല്ലാം കേട്ടിട്ട് നമ്മളുടെ ഈ ചെറുക്കനായിരുന്നാലും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ഹരാനായിരുന്നാലും ഏത് സമയവും ടെക്സ്റ്റ് മെസ്സേജും വിളിയും സംസാരവും ഒക്കെ അല്ലേ. ഇവിടെയായിട്ട് അവളുടെ കൊളീഗ്സിനും ഇവളുടെ ബോയ് ഫ്രണ്ട് ആരാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മളുടെ ഹരാൻ ഒരു കാര്യം തീരുമാനിക്കും, അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ബോസ്റ്റോൺ എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് പോകാമെന്ന്. അവളങ്ങനെ ആ സ്ഥലത്തെത്തിയിട്ട് നമ്മളുടെ ഈ ചെറുക്കന് വീഡിയോ മെസ്സേജ് ആയിട്ട് അയച്ചിട്ട് പറയും, നിനക്ക് മനസ്സിലായോ ഞാനിപ്പോൾ എവിടെയാണെന്ന്? ഞാൻ നിന്റെ സ്ഥലത്ത് തന്നെ ഉള്ളത്, ഞാൻ നിന്നെ കാണാൻ വരാൻ പോകുക. എന്തായിരുന്നാലും ഇത്രയും കാലത്തിന് ശേഷം ഞാനൊരു കാര്യം തീരുമാനിച്ചു, നീ എന്നോട് പറഞ്ഞ ഇഷ്ടത്തിന് ഞാൻ തിരിച്ച് മറുപടി തരുവാണ്, എനിക്കും നിന്നെ ഇഷ്ടമാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ ചെറുക്കൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ ആ സെക്കൻഡിൽ തന്നെ അവനിരിക്കുന്നത് എവിടെയാണോ അവിടെ നിന്ന് ഓടി അവൻ്റെ ലാബിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് അവൻ ആ ലാബിൻ്റെ അടുത്ത് വന്നിട്ട് ഡോറ് തുറക്കുന്നതും അവിടെയായിട്ട് നല്ലൊരു ബ്ലാസ്റ്റ് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ അങ്ങനെ തെറിച്ച് വന്ന് വീഴും. ഇതേ സമയത്ത് തന്നെയാണ് നമ്മളുടെ നായികയായിട്ടുള്ള ഹരാനായിരുന്നാലും അവിടെയായിട്ട് എത്തിച്ചേരുന്നത്. അവളിത് കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോഴവൾക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്ത് നിന്ന് കോള് വന്നിട്ട് പറയും, നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ചാൻ മരിച്ചുപോയി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവളെ സംബന്ധിച്ച് ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. എത്രയൊക്കെ പറഞ്ഞാലും ഹരാൻ്റെ ലോകമെന്ന് വെച്ചാൽ ചാൻ തന്നെയായിരുന്നു. എന്നാൽ അവൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല. അവളുടെ കൈയും കാലും എല്ലാം വിറച്ചിരിക്കുവാണ്. സമയം തന്നെ നമ്മളുടെ ആ ചെറുക്കനെയും കാണിക്കും. അവൻ ആ ബ്ലാസ്റ്റ് പറ്റിയ സ്ഥലത്തായിട്ട് പരിക്ക് പറ്റി ഇങ്ങനെ കിടക്കുവാണ്. അവന് ബോധമുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. പിന്നീട് കാണിക്കുന്നത് 7 വർഷത്തിന് ശേഷമാണ്. ഇവിടെയായിട്ട് വലിയൊരു ഫാഷൻ ഡിസൈനിങ് കമ്പനി തന്നെയാണ് കാണിക്കുന്നത്. അവിടെയായിട്ടൊരു മോഡലിൻ്റെ ഫോട്ടോഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നല്ല ഏജ്ഡ് ആയിട്ടുള്ള എന്നാൽ നല്ല കിടിലൻ ലുക്കുള്ള ഒരു ആൻറ്റി ഇങ്ങനെ നടന്നു വരും. ഇവരെ കാണുന്നതും എല്ലാവരും നല്ലതുപോലെ വർക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരാണ് ഈ കമ്പനിയുടെ ഓണർ. അവരവിടെ വന്നിട്ട് എല്ലാവരും പറയും, നിങ്ങൾ നല്ലതുപോലെയാണ് വർക്ക് ചെയ്തത്, ഇന്നത്തെ പ്രോഗ്രാം എന്തായിരുന്നാലും ഒരു സക്സസ്ഫുൾ തന്നെയായിരുന്നു എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മാനേജറിന് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. അവൾ എവിടെയാണ്? ഇത് കേൾക്കുന്ന എല്ലാവരും അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ അവളുടെ കോള് കണക്ട് ആവുന്നേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരാൾ സൈഡിൽ നിന്നിട്ട് പറയും, ഓ അവളെ എല്ലാ തവണത്തെയും പോലെ ഇപ്പോഴും മുങ്ങിയെന്നാ തോന്നുന്നേ എന്ന്. ആ സമയത്ത് നമ്മളുടെ നായികനെ കാണിക്കും. അവളാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ചെന്ന് നിൽക്കുമായിരുന്നു. അവൾ ഭയങ്കര ഗ്ലൂമിയാണ്. 7 വർഷത്തിന് മുന്നേ നമ്മൾ കണ്ട ആ ഒരു നായികയേ അല്ല. ഇപ്പോൾ അവൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. അത് കാണുന്നേ നമുക്ക് മനസ്സിലാവും അവൾ ഇതുവരെയും ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടില്ല എന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരാളെയാണ്. അയാളുടെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് തിരക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്നാലും അവൻ ഇത് എവിടെ പോയി? ആ സമയത്ത് നമ്മളുടെ നായകനെ കാണിക്കും. അത് വേറെ ആരുമല്ല, മുന്നേ നമുക്ക് 7 വർഷത്തിന് മുന്നേ കാണിച്ച ആ ഹുഡിയിട്ട ഇൻട്രോവേർട്ട് ചെറുക്കനില്ലേ, അവൻ തന്നെയാണ്. എന്നാൽ അവൻ്റെ ക്യാരക്ടറിൽ ഇപ്പോൾ ഭയങ്കര വലിയ ചേഞ്ചസാണ് വന്നിരിക്കുന്നത്. അവനിപ്പോൾ ഒരു പക്ക എക്സ്ട്രോവേർട്ടാണ്. അവനാണെങ്കിൽ ആ ഫ്ലൈറ്റിൽ വന്ന എല്ലാ ആൾക്കാരുടെയും കൂടെ കമ്പനി അടിച്ചിട്ട് അവരുടെ കൂടെ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഇത് കാണുന്ന നമ്മളുടെ നായകൻ ചെറുക്കൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇവനെ വന്ന് പിടിച്ചു
വിളിച്ചുകൊണ്ട് വരും. നമ്മളുടെ നായകനാണെങ്കിൽ ഇപ്പൊ ആൾക്കാരെന്ന് വെച്ചാൽ ക്രേസാണ്. അവൻ ഒരു 5 മിനിറ്റ് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അവൻ ആ ആളെ കയ്യിലെടുക്കും. അത്രയ്ക്കും ടാലന്റഡ് ആണ്. അങ്ങനെ ഇവർ കാറിലായിട്ട് ട്രാവൽ ചെയ്ത് പോകുന്നതും നമ്മളുടെ ഈ നായകൻ, ഇവന്റെ പേര് ചാൻ എന്നാണ് കേട്ടോ, അവനാണെങ്കിൽ പറയും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് അതെല്ലാം അച്ചീവ് ചെയ്യണം. ഞാൻ എൻ്റെ ഈ നാട്ടിലോട്ട് വന്നിട്ട് എത്ര കാലമായി, അതുകൊണ്ട് തന്നെ ഈ നാട് എന്തുമാത്രം ചേഞ്ച് ആയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയിലെ ഒരു മാനേജറിനെ കണ്ടിട്ട് സംസാരിക്കാൻ വരുന്നതാ. അയാൾ കൈയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നേ നമ്മളുടെ ഈ ചാനാണെങ്കിൽ അയാളെ കയറി അങ്ങ് കെട്ടിപ്പിടിക്കും. പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന അവൻ്റെ ഫ്രണ്ടില്ലേ, അയാൾ പറയും ഇവനെ ആൾക്കാരെന്ന് വെച്ചാൽ പ്രാന്താണ്, അവനിങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല, അത്രയ്ക്ക് എക്സ്ട്രോവേർട്ടാണ്. എന്നാൽ അവിടെ നിൽക്കുന്ന ഈ മാനേജറാണെങ്കിൽ അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആ ഫാഷൻ ഡിസൈനിങ് കമ്പനിയിലെ അവർ ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അവരുടെ കമ്പനിയിലോട്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ആക്കുന്നതാണ്. അവിടെയായിട്ട് എല്ലാവരും ഇവരുടെ ഈ മാനേജറിനെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും പറയും അവളെ എന്താ കാണാതെ, അവള് നമ്മളെ അവോയ്ഡ് ചെയ്യുവാണോ? സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, അവളുടെ പേര് ഹെയോങ് എന്നാണ്. അവൾക്കിത് കേൾക്കുന്നതും ഒരുമാതിരി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അങ്ങനെ നമ്മളുടെ ഈ മാനേജറായിട്ടുള്ള ഹരാനില്ലേ, നമ്മുടെ നായിക, അവളെ വിളിക്കാനായിട്ട് ഒരുങ്ങും. എന്നാൽ അവളാണെങ്കിൽ ഇപ്പോൾ ഒരു കഫേയിലായിട്ട് വന്നിരുന്ന് പീസ്ഫുള്ളായിട്ട് ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്ന് അവളുടെ ഡിസൈനിങ് ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ചാനിനെ കാണിക്കും. അവൻ കൊറിയയിൽ വന്ന എക്സൈറ്റ്മെന്റിൽ ഓരോ പാർക്കിലും അതേപോലെ തന്നെ മാളിലൊക്കെ ചെന്നിട്ട് ഓരോരോ ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. കഴിക്കുന്ന ഫുഡായിരുന്നാലും അവൻ പോകുന്ന പാർക്കായിരുന്നാലും എന്ത് സംഭവമായിരുന്നാലും എല്ലാം ഫോട്ടോ എടുത്തിട്ട് അവൻ്റെ ആ ഫ്രണ്ടിന് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ അവൻ്റെ ഫ്രണ്ട് ഒരു ഫോറിൻ ഗൈയാണ്. എന്നാൽ അയാൾക്കാണെങ്കിൽ നല്ലതുപോലെ കൊറിയൻ സംസാരിക്കാൻ അറിയാം. ഇവിടെയായിട്ട് അയാളായിരുന്നാലും ഈ ഫോട്ടോസൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കും, ഇവന് പ്രാന്താണോ എന്ന് ആലോചിച്ചിട്ട്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ ഹരാനെയാണ്. അവളാണെങ്കിൽ ആ ഒരു കോഫി ഷോപ്പിലായിട്ടിരുന്ന് ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അപ്പൂപ്പനുണ്ട്. അയാളാണെങ്കിൽ ചോദിക്കും, മോളെ നീ കുറേ കാലമായിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും മുടങ്ങാതെ നീ ഇവിടെ വന്നിരുന്ന് പടം വരയ്ക്കും, അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരട്ടെ, ഒരു കൺസേർട്ടിൻ്റെ ടിക്കറ്റാണ് എനിക്ക് കിട്ടിയതാ, എനിക്ക് പോകാൻ പറ്റത്തില്ല, മോളൊന്ന് പോയി കണ്ടിട്ട് വന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹരാന് ഈ ഒരു ടിക്കറ്റ് കൊടുക്കും. ഇത് കണ്ടാലേ മനസ്സിലാവും ഇതേതോ ഒരു ആർട്ട് ഗാലറിയുടെ എന്തോ ഒരു കൺസേർട്ട് ടിക്കറ്റ് ആയിരുന്നു. ഇതേ സ്ഥലത്തായിട്ട് തന്നെ നമ്മളുടെ ഈ നായകനായിട്ടുള്ള ചാനിലെ അവനും എത്തിയിട്ടുണ്ട്. ഹരാനും അവിടെ ആയിട്ട് വരും. അവിടെ എല്ലാവരും ഓരോരോ സീസൺസിനെ പറ്റിയിട്ട് നല്ലതുപോലെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളുടെ ചാനാണെങ്കിൽ അവന്റെ ചെവിയിലായിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അവനൊരു പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു വലിയ പിക്ചർ കാണും, ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതായിട്ട്. അത് നോക്കിക്കൊണ്ട് നമ്മുടെ ഹരാൻ നിൽക്കുമായിരുന്നു. അവിടെയായിട്ട് ചാനും വന്നിങ്ങനെ നോക്കി നിൽക്കും. ആ സമയത്ത് പോഡ്കാസ്റ്റിൽ പറയുന്നത് തന്നെ അവൾ അവന് വേണ്ടി എത്ര കാലമായിട്ട് കാത്തിരിക്കുവാണ് എന്നാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാനിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഹരാൻ അവിടെ നിന്ന് അങ്ങ് പോവും. അവൾ പോകുന്ന സെക്കൻഡിൽ നമ്മുടെ ചാനിന് ഫീൽ ചെയ്യും അവനിപ്പോൾ ഹരാനെ കണ്ടു എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഇവളെ ഫോളോ ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് റെഡിയാവും. ഇവിടെയായിട്ട് നമ്മുടെ ഹരാൻ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിലായിട്ട് ഒരു കൺസ്ട്രക്ഷൻ്റെ പണി നടക്കുവാണ്. അവിടെയായിട്ട് വലിയ ഒരു കമ്പി പോലത്തെ സംഭവം നമ്മുടെ ഹരാൻ്റെ ദേഹത്ത് വീഴാൻ വേണ്ടിയിട്ട് വരും. ഇത് കാണുന്നേ ചാൻ വെറുതെ ഇരിക്കത്തൊന്നുമില്ല, പുറകിൽ നിന്ന് ഹരാൻ്റെ പേര് ഉറക്കെ വിളിക്കും. ഇത് കേട്ടിട്ട് നമ്മുടെ ഹരാനായിരുന്നാലും തിരിഞ്ഞു നോക്കുന്ന സെക്കൻഡിൽ അവളുടെ മുമ്പിലായിട്ട് കമ്പി വന്ന് വീണിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് വലിയൊരു അപകടം തന്നെ ഒഴിഞ്ഞു മാറിയത്. ഹരാന് തന്നെ മനസ്സിലാവത്തില്ല ഇവിടെ എന്താ സംഭവിച്ചത്, ഇവളെ ഇപ്പോൾ ആരാണ് വിളിച്ചത് എന്ന്. എന്നാൽ അവളവിടെ നോക്കുമ്പോൾ ഒറ്റ മനുഷ്യനെ കാണത്തില്ല. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ചാനിനെയോ, അവനിപ്പോൾ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുമായിരുന്നു. അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയും, ഞാൻ 7 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കൊറിയയിലോട്ട് വരുന്നത്, എനിക്കെന്തോ ഇവിടെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ തിരിച്ചു പോയാലോ എന്നൊക്കെ ആലോചിക്കുകയാണ്, എനിക്കെന്തോ ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നുന്നു എന്നൊക്കെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന ഫ്രണ്ട് ചോദിക്കും, നിനക്ക് എന്ത് പറ്റി, നീ രാവിലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലോ. എന്നാൽ നമ്മുടെ ചാനാണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അവൻ വിചാരിക്കും നമ്മുടെ ഹരാനെ പോയി കണ്ട് സംസാരിച്ചാലോ എന്ന്. എന്നാൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവൻ ചോദിക്കും, ഞാൻ എന്തെന്നും പറഞ്ഞിട്ട് അവളുടെ അടുത്ത് സംസാരിക്കും, എന്തിൻ്റെ പേരിൽ ഞാൻ അവളുടെ മുമ്പിൽ ചെന്ന് നിൽക്കും. അവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഹരാനെ കാണിക്കും. അവളും നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അവളെ പുറകിൽ നിന്ന് ആരാ വിളിച്ചത്, അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് അവളെ ആരാ രക്ഷിച്ചത്. അവൾ നോക്കിയ സമയത്ത് അവിടെയെങ്കിലും ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ലല്ലോ. അവൾ അതിനെപ്പറ്റി എല്ലാം ഇരുന്ന് ആലോചിക്കും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ചാനും അവൻ്റെ ഫ്രണ്ടും കൂടി ഏത് മീറ്റിംഗ് ആണ് അറ്റൻഡ് ചെയ്യാൻ വന്നത് അതിന് വേണ്ടിയിട്ട് വരുന്നതാ. അതായത് നമ്മളുടെ ഹരാൻ്റെ കമ്പനിയായിട്ടുള്ള ആ ഫാഷൻ ഡിസൈനിങ് കമ്പനിയില്ലേ, അവരും അതേപോലെ ഫോറിൻ കൺട്രിയായിട്ട് ചേർന്നിട്ട്
ചേർന്നിട്ട് വലിയൊരു കൊളാബ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ആനിമേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവൻ്റെ മെയിൻ ജോബ് തന്നെ ആനിമേഷന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് വരയ്ക്കലാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഹരാൻ്റെ കമ്പനിയിൽ അവർ ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും, അതിൻ്റെ ഡിസൈൻസ് തമ്മിൽ ഡിസ്കഷൻ നടത്തുകയൊക്കെ ചെയ്യും. ഇവിടെയായിട്ട് നമ്മുടെ ചാനായിരുന്നാലും എല്ലാവരും നല്ലതുപോലെ ഇംപ്രസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ മിസ് കിം ഇല്ലേ, അവരായിരുന്നാലും ചാനിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനിൽ നല്ലതുപോലെ ഇംപ്രസ്ഡ് ആയിട്ട് അവർ ഈ ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് ഓക്കെ ഒക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ചോദിക്കും എൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുമോ എന്ന്. ഇത് കേൾക്കുന്നേയും എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ മിസ് കിം ആണെങ്കിൽ പറയും എൻ്റെ ലെഫ്റ്റ് സൈഡ് അത്ര പോരാ, റൈറ്റ് സൈഡിൽ നിന്നിട്ടാണെങ്കിൽ നമുക്ക് നല്ലൊരു സെൽഫി എടുക്കാം എന്ന്. അങ്ങനെ നമ്മുടെ ചാനാണെങ്കിൽ സെൽഫിയൊക്കെ എടുത്തിട്ട് പറയും ഞാൻ വേഗം തന്നെ പോയിട്ട് പെൻ ഡ്രൈവ് എടുത്തിട്ട് വരാം, എൻ്റെ കയ്യിൽ ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവൻ ഡിസൈൻ ചെയ്ത ഒരു ആനിമേഷൻ ക്യാരക്ടറിനെ അവനവിടെ പ്രസൻറ്റ് ചെയ്യും. ഇത് കാണുന്നേ നമ്മുടെ മിസ് കിം ആലോചിക്കും ഇവളെ നല്ല പരിചയമുണ്ടല്ലോ എന്ന്. ഇവൻ്റെ സ്വന്തം വർക്കാണെന്നൊക്കെ പറയുന്നെങ്കിലും എനിക്ക് അങ്ങോട്ട് അത്ര വിശ്വാസം വരുന്നില്ല എന്ന്. അങ്ങനെ നമ്മളുടെ ഈ ചാനാണെങ്കിൽ പുറത്തു പോയിട്ട് ആ ഒരു പെൻ ഡ്രൈവൊക്കെ എടുത്തിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ അവൻ്റെ കാലിൻ്റെ അടുത്തായിട്ട് ഒരു പേന ഇങ്ങനെ ഉരുണ്ടു വരും. ആ പേന കാണുന്ന അവൻ വിചാരിക്കും ഇത് എവിടെ നിന്ന് വന്നതാണെന്ന് പറഞ്ഞ് അതെടുത്ത് നോക്കുമ്പോൾ എന്തുവാ നമ്മളുടെ ചാനാണെങ്കിൽ പണ്ട് ഹരാന് ചെയ്തു കൊടുത്ത ആ ഒരു പേനയില്ലേ, ആ പേനയുടെ അറ്റത്തായിട്ട് അവളുടെ പേരും എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മുടെ ചാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ കണ്ണീര് വരും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഹരാനും നടന്നു വരും. ഇവളെ കാണുന്നേ ചാൻ ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നല്ലതുപോലെ കൂടാൻ തുടങ്ങും. എന്നാൽ നമ്മളുടെ ഹരാനാണെങ്കിൽ ഇവനെ മനസ്സിലാവത്തേയില്ല. ഇവള് ചോദിക്കും നിങ്ങൾ ആരാ, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ എന്ന്. അപ്പോൾ അവൻ കാര്യം പറയും. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനാണെങ്കിൽ പറയും ഓക്കെ നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞിട്ട് അവളുടെ പേനയും വാങ്ങി അകത്തോട്ട് കയറിപ്പോവും. നമ്മളുടെ ചാനാണെങ്കിൽ ഇപ്പോഴും ഷോക്കിങ് മാറിയിട്ടില്ലായിരുന്നു. അവൻ വേഗം തന്നെ വാഷ്റൂമിലായിട്ട് പോയിട്ട് ഫേസ് ഒക്കെ കഴുകും. എന്നിട്ട് നമ്മളുടെ ഹരാൻ്റെ പ്രൊഫൈൽ എടുത്തു വെച്ച് നോക്കും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവൾ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മളുടെ ചാനാണെങ്കിൽ ആ മീറ്റിംഗ് റൂമിലായിട്ട് വരുന്നതും അവിടെയുള്ള ആൾക്കാർ നമ്മളുടെ ഹരാനെ പരിചയപ്പെടുത്തും. അവളാണ് ഈ കമ്പനിയുടെ മാനേജർ എന്നും പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചാൻ വീണ്ടും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ വിചാരിക്കും എന്നാലും ഞാനിതൊന്നും അറിയാണ്ട് പോയല്ലോ എന്ന്. ഇവിടെ അവനാണെങ്കിൽ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ കുടിക്കാനെടുത്ത കോഫി ആയിരുന്നാലും അവൻ്റെ ദേഹത്തൂടി ചരിഞ്ഞങ്ങ് വീഴും. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ മിസ് കിം ആയിരുന്നാലും പറയും നമുക്ക് മീറ്റിംഗ് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം, നീ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വാ എന്ന്. ഇവിടെയായിട്ട് ഡ്രസ്സ് കൊടുക്കാൻ ഏൽപ്പിക്കുന്ന നമ്മളുടെ ഹരാനയാണ്. അങ്ങനെ അവളുടെ ഡ്രസ്സും കൊണ്ടുവരും. അതേസമയം തന്നെ നമ്മളുടെ ചാനായിരുന്നാലും നല്ല ടെൻഷനിലായിരുന്നു. അവൻ വിചാരിക്കും ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന്. അവിടെയായിട്ട് ഇവൻ ഇതും ആലോചിച്ചുകൊണ്ട് കതകിൻ്റെ അടുത്ത് വന്ന് ചാരി നിൽക്കുന്നതാ. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഹരാൻ വന്നിട്ട് ആ വാതിലങ്ങ് തുറക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ചാൻ ഇവളുടെ മുമ്പിലായിട്ട് നേക്കഡായിട്ട് വന്ന് വീഴും. ഇവൻ്റെ ദേഹത്തായിട്ട് നല്ലതുപോലെ പൊള്ളിയ പാടും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചെസ്റ്റിലായിട്ട് അവനൊരു ടാറ്റു അടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹരാൻ ശ്രദ്ധിക്കും. എന്നാൽ അവൾ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ബഹളം വെച്ച് പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി അങ്ങ് പോവും. നല്ല ഓക്വേർഡ് മൊമെൻ്റ് ആണിത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചാനാണെങ്കിൽ വേഗം തന്നെ വീട്ടിലായിട്ട് വന്നിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതാ എനിക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇപ്പം തന്നെ സ്റ്റേറ്റിലോട്ട് പോവാന്നും പറഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങും. അവൻ്റെ ഫ്രണ്ടായിരുന്നാലും ചോദിക്കും നിനക്കിത് എന്ത് പറ്റി, നീ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നത്. എന്നാൽ നമ്മുടെ ചാൻ ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ഈ ചാനിൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ ഹെഡിൻ്റെ അടുത്തുനിന്ന് കോൾ വരും. അതൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ചാനിൻ്റെ ഫ്രണ്ടാണെങ്കിൽ എന്ത് പറയണമെന്നറിയാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് ചാൻ വന്നിട്ട് ആ ഒരു വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യും. അവിടെയായിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് ചോദിക്കും നീ പോകുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ എന്നെ ചാൻ പറയും ഞാൻ പോകുന്നതൊന്നുമില്ല, ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം ലോണ്ടറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ മിസ്സിസ് കിം ഇല്ലേ, അവരുടെ വീട്ടിലായിട്ടാണ്. അവർക്ക് യഥാർത്ഥത്തിൽ 3 ചെറുമക്കളാണ് ഉള്ളത്. അതിനകത്ത് ഏറ്റവും ചെറുമകളാണെങ്കിൽ അവരെ കാണുന്നേ വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങും. അവരുടെ ബാക്കിയുള്ള 2 ചെറുമക്കൾ ആരാന്ന് വെച്ചാൽ ഒന്ന് നമ്മളുടെ ഹരാനും അതേപോലെ തന്നെ രണ്ടാമത്തത് ഹെയോങ് എന്ന് പറയുന്നൊരു പെണ്ണുമാണ്. ഇവർ രണ്ടുപേരും ഇവരുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവരവിടെ ബോസും എംപ്ലോയിയും ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ വീട്ടിൽ മുത്തശ്ശിയും ചെറുമക്കളുമാണ്. ഇവിടെയായിട്ട് നമ്മുടെ ഹരാനെ കാണുന്നതും നമ്മുടെ ഈ മിസ്സിസ് കിം അതായത് അവളുടെ മുത്തശ്ശി പറയും നീ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ നമ്മുടെ ഹരാൻ ഇപ്പോഴും അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവൾ അതിന് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അവളുടെ റൂമിലായിട്ട് കയറിപ്പോവും. അവളുടെ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മര്യാദയ്ക്കൊരു റൂമുണ്ട്. എന്നാൽ അവൾ ആ റൂമിൽ കിടക്കാണ്ട് പകരമായിട്ട് തട്ട് പോലെ ഒരു സംഭവം കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തായിട്ടാണ് അവൾ റെസ്റ്റ്
എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് കാണുന്നേയും നമ്മളുടെ ഈ മിസ്കിം ഇല്ലേ, അവർക്കായിരുന്നാലും നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ മിസ്കിം വരുന്ന TV കാണുന്ന സമയത്ത് ന്യൂസിലായിട്ട് നമ്മളുടെ ഹരാനാണെങ്കിൽ ഒരു അപകടം പറ്റിയില്ലേ, അത് പ്ലേ ആവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഹരാന്റെ അനിയത്തിയായിട്ടുള്ള ഹെയോങ് വന്നിട്ട് ആ TV അങ്ങ് ഓഫ് ചെയ്യും. മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞാൽ അതാലോചിച്ച് ടെൻഷൻ ആകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് അവൾ നേരെ ഇക്കാര്യം വന്ന് നമ്മളുടെ ഹരാൻ്റെ അടുത്ത് ചോദിക്കും. അവൾ ചോദിക്കുന്ന തന്നെ ചേച്ചിക്ക് എന്താ ഒരു ശ്രദ്ധയും ഇല്ലേ, നോക്കിയാണേ വലിയൊരു അപകടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അല്ലേ രക്ഷപ്പെട്ടത്. ഇവിടെയായിട്ട് സൈഡിലായിട്ട് ഒരാളുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുടെയല്ല, നമ്മളുടെ ചാനിൻ്റെ തന്നെയാണ്. അയാളെ കാരണമാണ് ഇവൾ രക്ഷപ്പെട്ടത് എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. ഈ ഫോട്ടോ കാണുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹെയോങ് ചോദിക്കും, ഇയാളെ കണ്ടിട്ട് നല്ല പരിചയം തോന്നില്ലേ, ഇതേ ഡ്രസ്സ് തന്നെ ആയിരുന്നില്ലേ ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്ന ആ ആനിമേറ്റർ ഇട്ടിരുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാനും വിചാരിക്കും, ശരിയാണല്ലോ എനിക്കും അതേപോലെ തന്നെ തോന്നുന്നത്. അതിൻ്റെ അർത്ഥം അവൻ എന്നെ നേരത്തെ കൂട്ടി അറിയാമെന്നല്ലേ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹെയോങ് പറയും, ഒരു പക്ഷേ ഇനിയിപ്പോൾ അവൻ നിങ്ങളുടെ സ്റ്റോക്കർ വല്ലതും ആണോ. ചേച്ചി അല്ലെങ്കിലും ഈ നാട്ടിൽ ഭയങ്കര ഫേമസ് അല്ലേ, ചേച്ചിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരാരാ ഉള്ളത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹരാനും ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവും. അവൾ നേരെ ഓഫീസിലായിട്ട് വരുന്നതും അവിടെയായിട്ട് അവൾക്കൊരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മൊത്തം അവളുടെ ഫോട്ടോസാണ്. അതിനകത്തെല്ലാം റെഡ് കളറിൽ ഓരോന്ന് എഴുതിയിട്ടുമുണ്ട്. ഇതൊക്കെ കാണുന്നേ ഹരാൻ അവിടെ ഉറപ്പിക്കും അവളെ ആരോ നല്ലതുപോലെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്ന്. ഇത് അറിയുന്നേ നമ്മളുടെ ഹെയോങ് ഉണ്ടല്ലോ, അവളുടെ അനിയത്തി, അവൾ വന്നിട്ട് ചോദിക്കും, എന്നാലും ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമാണല്ലോ, ചേച്ചിയുടെ പുറകെ ആരാ നടക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ ഹരാൻ്റെ ഫോൺ എടുത്ത് അവൾ അറിയാണ്ട് എന്തോ ഒരു സംഭവം ചെയ്തു വയ്ക്കും. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഹരാൻ നേരെ ആ കോഫി ഷോപ്പിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് അവൾ ആ അങ്കിളുമായിട്ട് സംസാരിക്കുന്നേ മനസ്സിലാവും. അവിടുത്തെ കോഫി മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ടിരുന്നതാ, അത് ഏതൊരു നല്ല ചെറുക്കൻ വന്ന് നേരെയാക്കി കൊടുത്തിട്ടുണ്ട് എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചാനും അതേ കോഫി ഷോപ്പിലായിട്ട് വന്നിരിക്കുന്നതാ. അതായത് ആ അങ്കിള് പറഞ്ഞ ആ നല്ല ചെറുക്കൻ വേറെ ആരുമല്ല, നമ്മളുടെ ചാൻ തന്നെയായിരുന്നു. അവൻ എല്ലാവരുമായിട്ടും കമ്പനി ആവത്തില്ലേ. ഇവന്റെ മുഖം വാടിയിരിക്കുന്ന കണ്ടിട്ട് അങ്കിള് ചോദിക്കും, നിനക്കിത് എന്ത് പറ്റിയെന്ന്. ഉടനെ എന്നെ ചാൻ പറയും, എൻ്റെ മൈൻഡിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ കയറി വരുവാണ്. ഉടനെ എന്നെ അങ്കിൾ അവനെ ഉപദേശിക്കും, നീ മെമ്മറീസിനെ മറക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിനക്കത് മറക്കാൻ പറ്റത്തില്ല. നീ അതിനെ അങ്ങനെ അങ്ങ് വെറുതെ വിട്, അത് തനിയെ നീ മറന്നു പൊക്കോളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരാനാണെങ്കിൽ അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് നിന്നൊരു മെസ്സേജ് വരുന്നതാ, ഒരു മീറ്റിംഗ് ഉണ്ട്, നീ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന ഹോട്ടലിൽ എത്തണം എന്ന്. അങ്ങനെ നമ്മുടെ ഹരാനാണെങ്കിൽ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ ഹോട്ടലിലായിട്ട് എത്തിച്ചേരും. ഇവിടെയായിട്ട് മിസ്സിസ് കിമ്മും ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഹരാൻ്റെ മുത്തശ്ശി. അങ്ങനെ രണ്ടുപേരും കൂടി ആ ഡിന്നറിന് വേണ്ടിയിട്ട് പോകും. അവിടെ ചെല്ലുന്നത് നമ്മുടെ ഹരാന് മനസ്സിലാവും അവളിവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരു ഡേറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അവളവിടെ പറയും, ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടില്ലേ എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന്, എന്തിനാ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അവൾ ദേഷിച്ചവിടെ നിന്ന് പോകാനൊരുങ്ങും. എന്നാൽ നമ്മളുടെ ഈ മുത്തശ്ശിയാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നിനക്ക് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തൂടെ, നീ എത്ര കാലമാ പണ്ടത്തെ കാര്യം ആലോചിച്ചിട്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ മിസ്സിസ് കിം ആയിരുന്നാലും പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഹരാനാണെങ്കിൽ ഒരു 15-16 വയസ്സുള്ള സമയത്താണ് അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മേനെയും നഷ്ടപ്പെട്ടത്. അന്ന് അവൾ നല്ലതുപോലെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൾ ഒന്ന് വലുതായി നല്ലതുപോലൊക്കെ ഒന്ന് സെറ്റിലായി വന്ന സമയത്താണ് അവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടത്. ഇവിടെയായിട്ട് നമ്മളുടെ മുത്തശ്ശിക്ക് നല്ല വിഷമമുണ്ട്. നമ്മളുടെ ഹരാനായിരുന്നാലും മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ അവരിങ്ങനെ ഇരുന്ന് ആലോചിക്കും. അവൾ പറയുന്നുണ്ട്, എന്തിനാ എല്ലാവരും എന്നെ വിട്ടിട്ട് ഇങ്ങനെ പോകുന്നേ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനായിരുന്നാലും അവളെ ആരുമായിട്ടാണോ ഡേറ്റിന് സെറ്റാക്കിയത് അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അയാൾ ഇവരുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അവൾ അവിടെ നിന്ന് സംസാരിക്കും, എനിക്കിപ്പോൾ ഡേറ്റിങ്ങിലൊന്നും ഒട്ടും താല്പര്യമില്ല, നിങ്ങൾ എന്നെ വെറുതെ വിടണമെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിലെ നമ്മളുടെ ചാൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ ചാനാണെങ്കിൽ ആ ഹോട്ടലിലായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. പെട്ടെന്ന് അവന് എന്തോ ഒന്ന് തോന്നിയിട്ട് അവൻ ആ ഹോട്ടലിൽ നിന്ന് തിരിഞ്ഞങ്ങ് നടക്കാൻ തുടങ്ങും. ഇത് കറക്റ്റായിട്ട് നമ്മളുടെ ഹരാൻ കാണുകയും ചെയ്യും. അവളപ്പോൾ ഉറപ്പിക്കും, അതായത് നമ്മുടെ ഈ ചാൻ തന്നെയാണ് അവളുടെ ആ സ്റ്റോക്കർ എന്ന്. അവൾ അങ്ങനെ വേഗം തന്നെ നമ്മളുടെ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോവും. എന്നിട്ട് അവൾ നേരെ നമ്മുടെ ചാനിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവൻ്റെ മുമ്പിലായിട്ട് വന്ന് നിന്നിട്ട് ചോദിക്കും, നീ ആരാ യഥാർത്ഥത്തിൽ, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്, എനിക്ക് അന്നേ അറിയാമായിരുന്നു നിനക്ക് എന്നെ മുന്നേ പരിചയമുണ്ട് എന്ന്. അന്ന് ആ മ്യൂസിയത്തിൽ നീ വന്നിട്ടില്ലായിരുന്നോ, എൻ്റെ പേര് വിളിച്ചത് നീയല്ലേ, നിനക്ക് എന്താ വേണ്ടത്, നീ ആരാ യഥാർത്ഥത്തിൽ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ചാൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കും. അവൻ എന്ത് റിപ്ലൈ കൊടുക്കണമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് നമുക്ക് നമ്മളുടെ നായകൻ്റെ പാസ്റ്റ് കാണിക്കും. യഥാർത്ഥത്തിൽ അവനാണെങ്കിൽ ആ കെമിക്കൽ ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഹരാൻ എപ്പോഴും അവനെ വിളിക്കത്തില്ലായിരുന്നോ. അവിടെയായിട്ട് ഫോൺ കാണിക്കും. അതിനകത്ത് അവൾ ചാനും വിളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ കോൾ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന നമ്മളുടെ നായകനായിരുന്നില്ല, അവൻ്റെ കൂടെയുള്ള റൂംമേറ്റ് ആയിട്ടുള്ള
ചെറുക്കനായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് പറയും, ആ ഹരാൻ നീ സംസാരിക്കുക എന്ന്. അതായത് നമ്മൾ ഇത്രയും നാളും വിചാരിച്ചതുപോലെ നമ്മളുടെ നായകൻ്റെ അടുത്തല്ല ഹരാനാണെങ്കിൽ ഇഷ്ടം ഉണ്ടായിരുന്നത്, പകരം അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള അവൻ്റെ റൂംമേറ്റിൻ്റെ അടുത്തായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹരാൻ ഇത്രയും നാളും നമ്മുടെ ചാനിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ ഞാൻ വിചാരിച്ചത് അവൾക്ക് മെമ്മറി ലോസ് സംഭവിച്ചു എന്ന. ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് കാണിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ചാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ലാപ്ടോപ്പില്ലേ, അത് അവൻ്റെ റൂംമേറ്റ് ഒന്ന് കടമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പകരമായിട്ട് അവൻ്റെ ലാപ്ടോപ്പ് നമ്മളുടെ ചാനിന് കൊടുക്കും. അതേപോലെ തന്നെ അവൻ പറയും, എൻ്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ അതിനൊന്ന് റിപ്ലൈ കൊടുത്താരെ, ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ് എന്ന്. അങ്ങനെ നമ്മളുടെ നായകൻ ചെറുക്കൻ അതിന് റിപ്ലൈ കൊടുക്കും. പിന്നീട് ഇവൻ്റെ ഈ റൂംമേറ്റ് ആണെങ്കിൽ അവൻ്റെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ചാനിൻ്റെ ലാപ്ടോപ്പാണ് അറിയാണ്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഈ ഹരാനാണെങ്കിൽ എപ്പം മെസ്സേജ് ഇട്ടാലും ഈ ചാൻ തന്നെയാണ്, അതായത് റൂംമേറ്റിൻ്റെ ലാപ്ടോപ്പിലായിട്ട് അറ്റൻഡ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ ഹരാനെ സംബന്ധിച്ച് അവളുടെ ബോയ് ഫ്രണ്ട് സംസാരിക്കുന്നത് പോലെ തന്നെയായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ചാനിനാണ് സത്യങ്ങളെല്ലാം അറിയാവുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസമാണ് നമ്മളുടെ ഹരാനായിരുന്നാലും വീഡിയോ മെസ്സേജ് പോലെ അവൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നുള്ള പ്രപ്പോസൽ നടത്തുന്നത്. പിന്നീട് സംഭവിക്കുന്നത് നമ്മളുടെ ഈ ചാനിനാണെങ്കിൽ ആ ഒരു വലിയ ബ്ലാസ്റ്റിൽ ആക്സിഡന്റ് സംഭവിക്കും. ഇവന്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. അവിടെയായിട്ട് അവൻ കോമയിൽ കിടക്കാൻ നേരത്ത് അവന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്ന ഒരേ ഒരാളുടെ ഫേസ് എന്ന് വെച്ചാൽ അത് നമ്മുടെ ഹരാൻ്റേതാ. അവൾ അവസാനമായിട്ട് അവൻ്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞ ആ ഒരു സീൻ, ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവൻ കണ്ണു തുറന്ന് ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നത്. അവൻ ഡോക്ടറിൻ്റെ അടുത്തായിരുന്നാലും പറയും, ഞാനാണെങ്കിൽ എപ്പോഴും ഒരാളുടെ ഫേസ് മാത്രമാണ് കാണുന്നത്, എനിക്ക് വേറെ ഒന്നും തന്നെ ഓർമ്മയില്ല എന്ന്. അവൾ യഥാർത്ഥത്തിലുള്ളതാണോ അതോ വല്ല ആർട്ടിഫിഷ്യൽ ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറയും. പിന്നീട് നമ്മളുടെ ചാനാണെങ്കിൽ കൊറിയയിലോട്ട് തിരിച്ചു വരും. അങ്ങനെ അവൻ അവിടെയായിട്ട് എപ്പോഴും ഇവളുടെ ഫോട്ടോസൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവൻ ആക്സിഡൻ്റലി നമ്മളുടെ ഹരാനെ കാണും. അങ്ങനെ അവൻ അവളെ ഫോളോ ചെയ്ത് വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നേ അവൾ എന്ന ക്യാരക്ടർ യഥാർത്ഥത്തിലുള്ളതാ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഫയർ വർക്ക്സ് നടക്കുന്നേ നമ്മളുടെ ചാനിന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവനും അവളും എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്ന്. അവൻ തന്നെ വിചാരിച്ചിരുന്നത് അവൻ്റെ ലവറാണ് അവളെന്ന. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പിന്നീട് കാണിക്കുന്ന പ്രസന്റ് ടൈമിലാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ അവൻ്റെ അടുത്ത് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ ആരാ, എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്, എന്തിനാ എൻ്റെ പേര് വിളിച്ച് എന്നെ രക്ഷിക്കാൻ നോക്കിയത്, എന്തിനാ എൻ്റെ ഫോട്ടോസ് എടുത്തത്. ഇവിടെയായിട്ട് നമ്മളുടെ ചാൻ പറയും, ഞാൻ നിന്നെ ഫോളോ ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് യഥാർത്ഥത്തിൽ നിന്നെ മനസ്സിലായത് തന്നെ നിന്റെ പ്രൊഫൈൽ കണ്ടിട്ടാ എന്നും പറഞ്ഞിട്ട് അവൻ അവളുടെ പ്രൊഫൈൽ എടുത്ത് കാണിച്ചു കൊടുക്കും. അവിടെ മ്യൂസിയത്തിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നടന്നു വന്നപ്പോൾ നിനക്ക് അപകടം പറ്റുന്നു തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്റെ പേര് വിളിച്ചത് എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, ഇപ്പോൾ നീ എന്തിനാ ഹോട്ടലിലോട്ട് വന്നത്. ഉടനെ തന്നെ അവൻ പറയും, ഞാനിവിടെയാണ് താമസിക്കുന്നത്, ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കാർഡ് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞാൽ അവൻ കാർഡും കാണിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹരാൻ ഉറപ്പാവും, അതായത് ഇവൻ അവളെ ഫോളോ ചെയ്യുന്നു ആയിരുന്നില്ല, അവൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാ എന്ന്. അങ്ങനെ അവൾ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നങ്ങ് പോവും. എന്നാൽ യഥാർത്ഥത്തിൽ ഇവളെ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കർ അവളുടെ പുറകെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ചാൻ വിളിച്ചു കൂവിയിട്ട് പറയും, നിന്നെ ഫോളോ ചെയ്യുന്ന ആ സ്റ്റോക്കർ ഇതോ നിന്റെ പുറകെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ പുറകെ ഓടും. അങ്ങനെ നമ്മുടെ ചാനാണെങ്കിൽ ആ സ്റ്റോക്കറിനെയൊക്കെ പിടിയോടും. മാസ്ക് മാറ്റി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു ലേഡി ആയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ലേഡിക്ക് നമ്മളുടെ ഹരാൻ്റെ അടുത്ത് ഒടുക്കത്തെ ജലസാണ്. അവളുടെ കരിയർ ഇത്രയും ഇമ്പ്രൂവ് ആയാൽ അതിൻ്റെ പേരിൽ അവളുടെ കരിയർ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ പുറകെ നടക്കുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാൻ്റെ അനിയത്തിയില്ലേ, അവളും ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ട് ഈ സ്റ്റോക്കറിനെ പിടികൂടാൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവള് നമ്മളുടെ ഹരാൻ്റെ ഫോണിലായിട്ട് ഒരു ട്രാക്കിംഗ് ആപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സഹായത്തിലാണ് നമ്മളുടെ ഈ ഹെയോങ് ആയിരുന്നാലും അവിടെയായിട്ട് ഓടിയെത്തുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഫാഷൻ ഡിസൈനിങ് കമ്പനിയുടെ ഒരു അസിസ്റ്റന്റ് മാനേജറുണ്ട്, അവനും അവിടോട്ട് ഓടി വരും. സംഭവം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളുടെ ചാനിൻ്റെ നേർക്കായിരുന്നാലും ആ സ്റ്റോക്കർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒരു ആസിഡ് പോലത്തെ ഒരു വെള്ളം എടുത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഇവിടെയായിട്ട് അവൻ നമ്മളുടെ ഹരാനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ മുമ്പിലായിട്ട് കയറി നിൽക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ലിക്വിഡ് പോലത്തെ സംഭവം നമ്മളുടെ ചാനിൻ്റെ ഡ്രസ്സിലായിട്ടാണ് വന്ന് വീഴുന്നത്. പോലീസുകാർ അതിനെ പറ്റിയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളുടെ ചാൻ ആയിരുന്നാലും പറയും, അതത്ര സീരിയസ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, അതിൻ്റെ കെമിക്കൽ നെയിം ഇതാണെന്നും പറഞ്ഞിട്ട് അവൻ അതിനെ ഡിസ്ക്രൈബ് ചെയ്തൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതാ. നമ്മുടെ ഹരാനായിരുന്നാലും ഹെയോങ്ങിൻ്റെ അടുത്ത് നല്ലതുപോലെ ദേഷിക്കും. അവളുടെ അടുത്ത് ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ ട്രാക്കിംഗ് ആപ്പ് വെച്ചിട്ടാണ് നിന്നെ കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തിയത്. എന്നാൽ ഇത് കേൾക്കുന്ന ഹരാൻ അവളുടെ അടുത്ത് നല്ലതുപോലെ ദേഷിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവൾ നമ്മളുടെ ചാൻ്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറയും. അവൻ്റെ ഷർട്ടിൻ്റെ കളറൊക്കെ ഇപ്പോൾ നല്ലതുപോലെ
വാങ്ങിയിട്ടുണ്ട്. അവൾ പറയും ഞാനിതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ഹെയോങ് ആയിരുന്നാലും ഹരാനെ ഇങ്ങനെ നോക്കി നിൽക്കും. അവൾക്കപ്പോൾ പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വരും. നമ്മളുടെ ഹരാനായിരുന്നാലും അവളുടെ ബോയ് ഫ്രണ്ട് മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ വീട്ടിലുള്ള ആരും പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ചെരുപ്പെടുത്തുകൊണ്ട് വന്ന് ബാർട്ടബിലൊക്കെ ഇട്ടിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹരാന് ചെറിയ രീതിയിലൊരു ഡിപ്രഷനൊക്കെ ഉണ്ടായിരുന്നു. ഹരാൻ്റെ ഏറ്റവും വലിയ പേടിയെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടപ്പെട്ടവർ അവളെ വിട്ടിട്ട് പോകുമോ എന്നുള്ളതായിരുന്നു. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മളുടെ ഹെയോങ്ങിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന അവരവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതിന് പെട്ടെന്ന് തന്നെ പോലീസുകാരൻ വന്നിട്ട് പറയുന്നതാ നമ്മളുടെ ചാനിൻ്റെ കൈക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാനാണെങ്കിൽ വിചാരിക്കും അയ്യോ എന്നാലും അവൻ്റെ അടുത്ത് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ ഹരാൻ നമ്മുടെ ചാനിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവളവൻ്റെ പുറകെ നിന്ന് കുറേ വിളിക്കും, എന്നാൽ അവൻ അത് കേൾക്കത്തില്ല. അങ്ങനെ അവൾ ഇവൻ്റെ മുമ്പിലായിട്ട് വന്ന് നിന്നിട്ട് പറയും എന്തായിരുന്നാലും ഒരുപാട് നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചതിന്. എൻ്റെ കാർഡ് എന്തായിരുന്നാലും വെച്ചോ, മെഡിക്കൽ എമർജൻസി ആയിട്ടുള്ള എന്താവശ്യം വന്നാലും എക്സ്പെൻസ് എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന വീട്ടിലായിട്ട് വരുന്നേ അവളുടെ മുത്തശ്ശി നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ ആ ഡേറ്റ് അറ്റൻഡ് ചെയ്യാത്തതിൽ. എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ അനിയത്തി ഇവളെ കവർ ചെയ്തിട്ട് പറയും ആരാ പറഞ്ഞ എൻ്റെ ചേച്ചി ഡേറ്റ് അറ്റൻഡ് ചെയ്തില്ല എന്ന്, ഇത്രയും നേരം ചേച്ചി ഒരു ചെറുക്കൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മുത്തശ്ശി അങ്ങോട്ട് അത്ര വിശ്വസിക്കത്തൊന്നുമില്ല. എന്നാൽ നമ്മളുടെ ഈ ഹെയോങ് ആണെങ്കിൽ മുത്തശ്ശിനെ കൺവിൻസ് ചെയ്യാൻ നല്ല മിടുക്കിയായിരുന്നു. അവൾ പറയും ഞാൻ പറയുന്നത് സത്യവാ, എൻ്റെ കയ്യിൽ അതിൻ്റെ പ്രൂഫും ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹരാൻ അവിടുന്ന് കയറി അങ്ങ് പോവും. ഹെയോങ് ആയിരുന്നാൽ ഇവിടെ പുറകെ വന്നിട്ട് ചോദിക്കും അവന് ചേച്ചി എന്താ വാങ്ങിച്ചു കൊടുത്തേ, ഫുഡ് ഓഫർ ചെയ്തോ, അവന് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തോ. എന്നാൽ നമ്മുടെ ഹരാൻ അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹെയോങ് പറയും എന്തായിരുന്നാലും കൊള്ളാം, അവൻ ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് ആ സ്റ്റോക്കറിനെ പിടിക്കാനൊക്കെ സഹായിച്ചിട്ട് ചേച്ചി അവന് ഒരു നന്ദി വാക്കുപോലും പറഞ്ഞില്ലേ, അവനൊരു ട്രീറ്റ് പോലും കൊടുത്തില്ലേ, എന്തായാലും മോശമായിപ്പോയി, നാളെ തന്നെ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണമെന്നും പറഞ്ഞിട്ട് ഇവക്ക് നല്ലതുപോലെ ക്ലാസ് എടുത്ത് കൊടുക്കും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ചാനിനെ കാണാൻ വേണ്ടിയിട്ട് ഹരാൻ എത്തുന്നതാണ്. അങ്ങനെ അവൾ അവിടുത്തെ റിസപ്ഷനിൽ കൊണ്ടുവന്ന് അവന് വേണ്ടി ഒരു ഡ്രസ്സൊക്കെ കൊടുക്കും. അതിനകത്തൊരു താങ്ക് യു നോട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചാനാണെങ്കിൽ ഇത് കിട്ടുന്നത് അവന് ഭയങ്കര സന്തോഷവും. പെട്ടെന്ന് തന്നെ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വിചാരിക്കും അവൾ പോകുമ്പോൾ നനയത്തില്ലേന്നും വെച്ചിട്ട് വേഗം തന്നെ ഒരു കുടയെടുത്ത് റിസപ്ഷനിലായിട്ട് ഓടി ചെല്ലും. അവിടെ വരുമ്പോൾ എന്തുവാ നമ്മളുടെ ഹരാനാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മളുടെ ചാനായിരുന്നാലും പറയും നീ എനിക്ക് തന്ന ഡ്രസ്സിന് പകരമായിട്ടാണ് ഞാൻ ഈ കുട തരുന്നത്. അങ്ങനെ അവൻ കുട നൂത്ത് നോക്കുമ്പോൾ കുടയിൽ മൊത്തം ഹോൾസ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ചാൻ പറയും ഞാൻ അകത്ത് പോയി വേറെ കുട എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അകത്തോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ ഹരാന് പരിചയമുള്ള അവളുടെ ഒരു ഫ്രണ്ട് അവളെ കാണും. അവൾ ചോദിക്കും നിന്നെ കണ്ടിട്ട് എത്ര കാലമായി? 7 വർഷമായില്ലേ? ഇത് കേൾക്കുന്ന ഹരാൻ നല്ലതുപോലെ അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി അങ്ങ് പോകും. എന്നിട്ട് നമ്മളുടെ ചാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഞാനും നിന്റെ കൂടെ കുട എടുക്കാൻ അപ്പാർട്ട്മെന്റിലോട്ട് വരട്ടെ എന്ന്. അങ്ങനെ രണ്ടുപേരും അപ്പാർട്ട്മെന്റിലായിട്ട് വന്നിരിക്കും. ഇവിടെ നല്ല ഓക്വേർഡ് മൊമെന്റ് ആയിരുന്നു. അവിടെ ഒരു കുട പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ചാനായിരുന്നാലും റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും ഒരു കുട കൊണ്ടുവരണേ എന്ന്. അതായത് അവൻ്റെ ഫ്രണ്ട് ഉള്ളൊരു കുട എടുത്തുകൊണ്ട് പോയിരിക്കുമായിരുന്നു. ഫ്രണ്ട് തിരിച്ചു വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാന കുട എടുത്തിട്ട് നമ്മുടെ ഹരാൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവളെ വേഗം തന്നെ അവിടുന്ന് പറഞ്ഞു വിടും. ഇത് കാണുന്ന അവൻ്റെ ഫ്രണ്ട് ആയിരുന്നാലും ചോദിക്കും ആഹാ ഇവിടെ എന്തോ ഒരു ഓക്വേർഡ് മൊമെന്റ്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഉടനെ തന്നെ ചാൻ പറയും ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, അതേപോലെ സംഭവിക്കാനും പാടില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ആ കോഫി ഷോപ്പിന്റെ ഓണറായിട്ടുള്ള അപ്പൂപ്പനല്ലേ അയാളെയാണ്. അയാളാണെങ്കിൽ ഒരു വെയിറ്റ് എടുക്കുന്നത് പെട്ടെന്ന് തന്നെ നെഞ്ചുവേന വന്നിട്ട് അവിടെയായിട്ട് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അയാൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട് അവിടെയായിട്ട്. അതവിടെ കിടന്ന് ബഹളം വയ്ക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഹരാനും എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ നോക്കുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. അവിടെ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് പറയും ഇവിടുത്തെ അപ്പൂപ്പനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നെഞ്ചുവേന വന്നു, ഒരാളെടുത്തുകൊണ്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ഈ പട്ടിക്കുട്ടിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹരാനാണെങ്കിൽ ഈ അപ്പൂപ്പനെ കോൾ ചെയ്യും. അവിടെയായിട്ട് കോൾ എടുക്കുന്ന വേറെ ആരുമല്ല നമ്മളുടെ ചാൻ തന്നെയായിരുന്നു. അവനാണെങ്കിൽ പറയും അപ്പൂപ്പൻ ഇതേപോലെ വയ്യാണ്ടായി, ഇപ്പോൾ ഹോസ്പിറ്റലിൽ കുഴപ്പമൊന്നുമില്ല എന്ന്. അവിടെയായിട്ട് ഈ അപ്പൂപ്പനും നമ്മളുടെ ഹരാനും തമ്മിൽ സംസാരിക്കും. അപ്പോൾ അപ്പൂപ്പൻ ചോദിക്കും പട്ടിക്കുട്ടീനെ നീ കുറച്ച് നേരത്തേക്ക് നോക്കിയേക്കോ, ഞാൻ റെഡിയായി വരുമ്പോൾ അവനെ ഞാൻ പിക്ക് ചെയ്തോളാം എന്ന്. അങ്ങനെ നമ്മളുടെ ഹരാൻ അതിന് ഓക്കെ പറയും. അവൾ അങ്ങനെ ഈ പട്ടീനെയും കൊണ്ട് വീട്ടിലായിട്ട് വന്ന് നല്ലതുപോലെ ടേക്ക് കെയർ ചെയ്യും. ഈ പട്ടിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനിയസ് എന്നാണ് കേട്ടോ. അവിടെയായിട്ട് നമ്മുടെ മിസ്സിസ് കിം ആണെങ്കിൽ ഇത് കാണുന്നത് ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹരാനാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരുമായിട്ടും പട്ടിയായിട്ടൊക്കെ അടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഒരു ദിവസം നമ്മളുടെ ഈ അപ്പൂപ്പനില്ലേ അയാളിപ്പോൾ നല്ലതുപോലെ സുഖമായിട്ട് നമ്മളുടെ ഈ ജീനിയസിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഹരാൻ്റെ വീട്ടിലായിട്ട് വരും. അതേസമയം തന്നെ നമ്മുടെ മിസ്സസ് കിം ആയിരുന്നാലും ഈ പട്ടീനെ നല്ലതുപോലെ ട്രെയിൻ ചെയ്യിക്കാൻ നോക്കുമായിരുന്നു. ഇവിടെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്, നിനക്ക് ഓടിക്കളിച്ചൂടെ എന്നും ചോദിച്ചിട്ട്. അവിടെയായിട്ട് ഈ അപ്പൂപ്പൻ വന്നിട്ട് അയാളുടെ ഈ ജീനിയസിനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവിടെ
അവിടെയായിട്ട് മിസ്സിസ് കിം ചോദിക്കും, അല്ല നിങ്ങൾ എങ്ങനെയാ എൻ്റെ ഗ്രാൻഡ് ഡോട്ടറുമായിട്ട് ഇത്ര ക്ലോസ് ആയത്? അപ്പോൾ ഈ അപ്പൂപ്പൻ പറയും, ഒരു 7 വർഷം മുന്നേ അവൾ എൻ്റെ കടയുടെ മുമ്പിൽ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം അവൾ എല്ലാ ദിവസവും ഡെയിലി വരും, കട അടയ്ക്കുന്നത് വരെ അവൾ അവിടെ കാണും, കട അടച്ചിട്ടേ പോകത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുന്നേ മിസ്സിസ് കിം വിചാരിക്കും, ഓഹോ അപ്പോൾ അവൾ ഇത്രയും കാലവും ഇതായിരുന്നല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയായിട്ട് ഈ അപ്പൂപ്പൻ്റെ പേര് കേൾക്കുന്നേയും ഈ മുത്തശ്ശിക്കാണെങ്കിൽ ഒരു കാര്യം ഓർമ്മ വരും, ഇവരുടെ പണ്ടത്തെ കളിക്കൂട്ടുകാരൻ്റെ പേരും ഇതായിരുന്നു. അങ്ങനെ അവർ പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്നേയും മനസ്സിലാവും ഇവർ പണ്ടത്തെ കളിക്കൂട്ടുകാർ തന്നെയാണ്. അങ്ങനെ ഇവർ കുറേ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ഹരാനായിരുന്നാലും ആ കഫേയിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അവൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളുടെ ചാനിനെ കാണും. അവൾ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ചോദിക്കും, അപ്പോൾ ഇവിടുത്തെ അങ്കിള് പറയുന്ന ആ നല്ല പയ്യൻ നീ ആയിരുന്നല്ലേ, ഇവിടുത്തെ കോഫി മെഷീൻ നേരെയാക്കിയത് നീ ആയിരുന്നല്ലേ? ഇതൊക്കെ കേൾക്കുന്നതിന് ചാൻ പറയും, അതെ ഞാൻ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടോട്ട് വന്നത് ഈ വീട്ടിൽ ഒരുപാട് സ്ഥലം ബാക്കിയില്ലേ, ഇവിടോട്ട് മാറിയാലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. എനിക്ക് എന്തായിരുന്നാലും ഇനി കുറച്ച് കാലവും കൂടി ഇവിടെ നിൽക്കണമല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേയും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഈ അങ്കിള് വരും. അവിടെയായിട്ട് നമ്മളുടെ ഈ ജീനിയസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഹരാനായിരുന്നാലും ചോദിക്കും, അങ്കിൾ നിങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ? പെട്ടെന്ന് തന്നെ അയാൾ പറയും, ഇത്രയും കാലത്തിന് ശേഷം നീ ഇത്രയും വാക്ക് സംസാരിച്ച് കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാ എന്ന്. ഇവിടെയായിട്ട് അങ്കിളിന് എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതായത് അവളുടെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 വർഷം മുന്നേ ഇവളുടെ ബോയ് ഫ്രണ്ട് മരിച്ചു, അതിനുശേഷമാണ് അവൾ ഇത്രയും ഡിപ്രസ്ഡ് ആയത് എന്നൊക്കെ. അങ്ങനെ അങ്കിൾ ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഹരാനായിരുന്നാലും ചെറുതായിട്ടൊന്ന് ചിരിക്കും. ഇവളുടെ ചിരി കാണുന്നതും ഈ അങ്കിൾ ആദ്യമായിട്ടാണ്. അയാൾ പറയും, നിന്റെ ചിരി കാണാൻ നല്ല രസവാ എന്ന്. അവിടെയായിട്ട് അങ്കിൾ പറയുന്നുണ്ടായിരുന്നു, എന്തായിരുന്നാലും എനിക്കൊരു റൂംമേറ്റിൻ്റെ ആവശ്യമുണ്ട്, എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനത്തെ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഇവന് റൂം റെന്റിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിനുശേഷം നമ്മളുടെ ഹരാനായിരുന്നാലും ആ കഫേയിലായിട്ടിരുന്ന അവളുടെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ചാനായിരുന്നാലും ഇവളെന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ എത്തി എളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ ഫോണിലായിട്ടൊരു കോൾ വരും. എന്നാൽ ഫോൺ പെട്ടെന്ന് തന്നെ താഴെ വന്ന് വീണിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരുപാട് സാധനവും ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹരാനാണെങ്കിൽ ആ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് ഇവൻ്റെ ചെവിയിലായിട്ട് വെക്കാൻ ഒരുങ്ങും. പെട്ടെന്ന് തന്നെ ചാൻ പറയും, ഈ ചെവിയിലല്ല അപ്പുറത്തെ ചെവിയിൽ വെച്ച് തരുമോ എന്ന്. അങ്ങനെ ഇവർക്കിടയിൽ ചെറിയൊരു ഓക്വേർഡ് മൊമെൻ്റ് ഒക്കെ ഉണ്ട്. എന്നാലും രണ്ടുപേരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. രണ്ടുപേരും അധികം സംസാരിക്കത്തൊന്നുമില്ല. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ഹരാനായിരുന്നാലും മിസ്സിസ് കിമ്മിനെ കണ്ടിട്ട് ഒരു ഫയൽ കൊടുക്കുന്നതാണ്. ആ ഫയലിൻ്റെ സൈഡിലായിട്ട് ഇവളാണെങ്കിൽ നമ്മളുടെ ചാൻ്റെ പേര് എഴുതി വട്ടം വരച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ മിസ്സിസ് കിം കാണും. അപ്പോൾ അവർ വിചാരിക്കും, ഇവളെന്തിനായിരിക്കും ആ ആനിമേറ്ററിൻ്റെ പേരിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇവർക്കിടയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവരിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. നമ്മളുടെ ഈ ആനിമേറ്റർ ആയിരുന്നാലും ആനിമേറ്റ് ചെയ്ത ആ ഒരു ക്യാരക്ടറിൻ്റെ മുഖവും നമ്മളുടെ ഹീറോയിൻ്റെ മുഖവും തമ്മിൽ നല്ല മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരങ്ങ് ഉറപ്പിക്കും ഇവർക്കിടയിൽ എന്തോ സംഭവം ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇവർ തീരുമാനിക്കുന്നത് ഇവരെ രണ്ടുപേരെ എങ്ങനെയെങ്കിലും സെറ്റാക്കണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് വലിയൊരു മീറ്റിംഗ് നടക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഈ മിസ്സിസ് കിം ആണെങ്കിൽ ഹരാൻ്റെ അടുത്തും അതേപോലെ ചാൻ്റെ അടുത്തും പറയും, നമുക്ക് 3 പേർക്കും ഒരു ഡിന്നറിന് പോകണം, അത് ഒഫീഷ്യലി ഉള്ളൊരു ഡിന്നർ ആയിരിക്കും എന്ന്. അങ്ങനെ 3 പേരും കൂടി ഡിന്നറിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. ആ ഒരു ഹോട്ടലിലായിട്ട് വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ മിസ്സിസ് കിം പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് കോള് വരുന്നത് പോലെ അഭിനയിച്ചിട്ട് കോളും എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് നമ്മളുടെ ഹരാൻ്റെ അടുത്ത് പറയും, നിങ്ങൾ എന്തായിരുന്നാലും ഡിന്നർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന്. അവിടെയായിട്ട് രണ്ടുപേർക്കും നല്ല ഓക്വേർഡ് മൊമെൻ്റ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹരാൻ വിചാരിക്കും, ഇവിടുന്ന് അങ്ങ് പോയാലോ. അപ്പോഴും അവൾക്ക് അവളുടെ അനിയത്തിയായിട്ടുള്ള ഹേയോങ് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്, ഇവനൊരു ഡിന്നറെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കായിരുന്നു എന്ന്. അങ്ങനെ ഹരാൻ പറയും, നമുക്കെങ്കിൽ പിന്നെ ഡിന്നർ കഴിക്കാം, എൻ്റെ വകയായിരിക്കട്ടെ ഡിന്നർ. ഇവിടെയായിട്ട് അവരങ്ങനെ ഡിന്നറൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നതും പെട്ടെന്ന് തന്നെ അവിടെയുള്ളൊരു സ്പീക്കറിലായിട്ട് കീന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കും. ഈ സൗണ്ട് കേൾക്കുന്നത് നമ്മളുടെ ചാനിന് ഭയങ്കര ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. അവനൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഹരാനായിരുന്നാലും ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയതാ എന്ന്. എന്നാൽ നമ്മുടെ ചാനാണെങ്കിൽ ഒന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് ചാടി എങ്ങി എഴുന്നേക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് ഫുഡ് സെർവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫുഡെല്ലാം അവിടെയായിട്ട് വീഴും. നമ്മളുടെ ഹരാനായിരുന്നാലും പേടിച്ചു പോവും. അവളുടെ കയ്യിലിരുന്ന ഫയലും താഴെ വീഴും. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പേന ഉരുണ്ടു പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചാനിനെ കാണാൻ വേണ്ടിയിട്ട് ഹരാൻ വേഗം തന്നെ പുറത്തോട്ട് ഇറങ്ങി വരും. അവൾ ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ നമ്മളുടെ ചാൻ പറയും, എനിക്കൊരു ചെവി കേൾക്കത്തില്ല, മറ്റേ ചെവിയിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള നോയ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതാ ഞാൻ പുറത്ത് വന്നത് എന്ന്. ഇവിടെയായിട്ട് അവൻ്റെ ദേഹത്തായിട്ട് കറിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹരാനാണെങ്കിൽ ഒരു സ്കാർഫ് എടുത്തിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ നേരെയാക്കി കൊടുക്കും. അവൾ പറയും, ഞാനൊരു ഫാഷൻ ഡിസൈനർ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ഇവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനായിരുന്നാലും
എന്തായാലും ചെറിയൊരു ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ആ മീറ്റിങ്ങിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും പേന തപ്പുമ്പോൾ പേന അവളുടെ ഫയലിലായിട്ട് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ ഭയങ്കര നെർവസ് ആവും. ഇത് കാണുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ്സിസ് കിം ആയിരുന്നാലും വിചാരിക്കും ഇവളെന്തായി കാണിക്കുന്നേ എന്ന്. ഈ മീറ്റിംഗ് ആണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാന് പകരമായിട്ട് മിസ്സിസ് കിം ആണ് സംസാരിക്കുന്നത്. എന്തൊക്കെയായിരുന്നാലും അവസാനം ആ മീറ്റിംഗ് നല്ല കിടിലമായിട്ട് അവസാനിക്കും. അവിടെയായിട്ട് നമ്മുടെ മിസ്സിസ് കിം ചോദിക്കും നിനക്ക് എന്ത് പറ്റിയതാ എന്ന്. എന്നാൽ ഹരാൻ പറയും എന്നോട് ക്ഷമിക്കണം, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവൾ വേഗം തന്നെ അവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസില്ലേ അവിടെയൊക്കെ വന്ന് അവളുടെ ആ പേന തിരയാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ പേനയുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അവൾ മിക്കവാറും ആ റെസ്റ്റോറൻറ്റിലായിരിക്കും ആ പേന കൊണ്ട് കളഞ്ഞത് എന്ന്. അങ്ങനെ അവൾ വേഗം തന്നെ റെസ്റ്റോറൻറ്റിൽ വന്ന് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിലൊക്കെ അന്വേഷിക്കും. എന്നാൽ ആ പേനയുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അവൾ ചോദിക്കും ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ സ്വന്തമായിട്ട് അന്വേഷിച്ചോട്ടെ എന്ന്. എന്നാൽ അവർ പറയും 10 മണി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് അതിന് പറ്റത്തുള്ളൂ. ഇതെല്ലാം നമ്മുടെ ചാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനും വേഗം തന്നെ റെസ്റ്റോറൻറ്റിലായിട്ട് വന്ന് നോക്കും. അവിടെയായിട്ട് നമ്മളുടെ ഹരാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവൾക്ക് നല്ല പനിയും ഉണ്ട്. എന്നാൽ മഞ്ഞത്താ അവൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ചാൻ വന്നിട്ട് അവളോട് ചോദിക്കും ഒരു പേനയുടെ പേരിലാണോ നീ ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് എന്തായിരുന്നാലും ഓഫീസിലോട്ട് പോവാം, പിന്നീട് വന്ന് തരയാലോ. എന്നാൽ നമ്മളുടെ ഹരാൻ അതിനൊന്നും റെഡി ആയിരുന്നില്ല. അവൾ പറയും ഇല്ല ഞാൻ പേനയെ കണ്ടുപിടിച്ചിട്ടേ വരത്തുള്ളൂ എന്ന്. എന്നാൽ നമ്മളുടെ ചാനാണെങ്കിൽ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. അവസാനം ഇവൻ്റെ കോട്ടൂരി ഇവളുടെ തോളിലായിട്ടൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും എൻ്റെ കൊളീഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര കെയറിങ് കാണിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഇവൻ നമ്മളുടെ അങ്കിളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിള് പറഞ്ഞിട്ടുണ്ട് 7 വർഷമായിട്ട് അവൾ ഇങ്ങനെ തന്നെയാണ്, ആരോടും മിണ്ടത്തില്ല. ഇവിടെ ആയിരുന്നാലും വരിക, പടം വരയ്ക്കുക, കോഫി കുടിക്കുക, പോവുക. അതിനപ്പുറത്തേക്ക് എനിക്ക് അവളെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന്. അവൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ ചാനിൻ്റെ മൈൻഡിലായിരുന്നാലും കിടപ്പുണ്ടായിരുന്നു. അവൻ അവിടെ അവളുടെ അടുത്ത് ചോദിക്കും അത് ജസ്റ്റ് ഒരു പേനയല്ലേ, എന്തിനാ നീ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നതിന് നമ്മളുടെ ഹരാന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൾ പറയും എന്നെ സംബന്ധിച്ച് അതൊരു ജസ്റ്റ് പേനയല്ല, എനിക്കത് അത്രയ്ക്കും വാല്യുബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ എന്നെ സഹായിക്കാൻ വരേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൾ കോട്ടൂരി ഇവൻ്റെ കയ്യിലായിട്ടങ്ങ് കൊടുക്കും. നമ്മളുടെ ചാനായിരുന്നാലും ഭയങ്കര വിഷമത്തിൽ അവൻ്റെ ആ വീട്ടിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അവൻ ഡ്രസ്സ് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മളുടെ അങ്കിൾ അങ്ങോട്ട് കയറി വരും. ഇവൻ്റെ ദേഹത്തുള്ള ആ പൊള്ളലും ആ ടാറ്റും കണ്ടിട്ട് അങ്കിള് ചോദിക്കും എടാ ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ ഒന്നും വിചാരിക്കരുത്, ഈ ടാറ്റുവിൻ്റെ മീനിങ് എന്തുവാ? അപ്പോൾ നമ്മളുടെ ചാൻ പറയും ലൈഫിൽ ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കുക. എൻ്റെ ലൈഫിൽ വലിയൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ അടിച്ച ടാറ്റു ആണിത്. ഇത് കാണുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഓർമ്മ വരും, ഒരിക്കലും റിഗ്രറ്റ് വെക്കരുത് എന്ന്. അപ്പോൾ ഈ അങ്കിള് ചോദിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിൻ്റെ ലൈഫിൽ ഇതുവരെ ഒരു റിഗ്രറ്റും ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇവന് പെട്ടെന്ന് തന്നെ ഓർമ്മ വരുന്ന നമ്മളുടെ ഹരാൻ്റെ കാര്യമാണ്. അങ്ങനെ അവൻ വേഗം തന്നെ ഹരാനെ കാണാൻ വേണ്ടിയിട്ട് ആ റെസ്റ്റോറൻറ്റിലോട്ട് ഓടി വരാൻ ഒരുങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഹരാനായിരുന്നാലും 10 മണിക്ക് ശേഷം ആ റെസ്റ്റോറൻറ്റ് ഫുള്ള് അരിച്ച് പറക്കുന്നുണ്ടായിരുന്നു പേനയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ അവൾക്ക് ആ പേന കിട്ടത്തേ ഇല്ല. അവൾ സങ്കടപ്പെട്ട് പുറത്ത് വന്നിരിക്കുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ ചാൻ അങ്ങോട്ടേക്ക് ഓടി വരും. അവൻ്റെ വരവ് കാണുന്നേ നമ്മൾ വിചാരിക്കും അവനാണ് ഇത്രയും കാലം അവൾക്ക് മെസ്സേജ് അയച്ചെന്നുള്ള കാര്യം റിവീലാക്കാനാണ് വരുന്നതെന്ന്. എന്നാൽ നമ്മുടെ ചാൻ പറയുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ 3 മാസത്തേക്ക് ഇവിടെ കാണത്തുള്ളൂ. ആ 3 മാസത്തേക്ക് നമുക്കൊരു സ്പ്രിംഗ് വെക്കേഷൻ അനുഭവിക്കുന്ന പോലെ നല്ലതുപോലെ എൻജോയ് ചെയ്ത് നടന്നാലോ, ഒരു പാർട്ട്നേഴ്സിനെ പോലെ നല്ലതുപോലെ അടിച്ചു പൊളിച്ച് എല്ലാ ഹാപ്പിനെസ്സും അനുഭവിച്ച് നമുക്ക് ജോളിയായിട്ട് നടന്നാലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹരാനായിരുന്നാലും അന്തം വിട്ട് നോക്കി നിൽക്കും. അവൾക്ക് മനസ്സിലാവത്തില്ല അവൻ ഇതെന്തിനെ പറ്റി പറയുന്നേ എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.